അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അജ്മൽ, അജ്മൽ, തുറക്കടോ വാതില്, തുറക്കടോ. വാതിലിൽ ശക്തമായ മുട്ട് കേട്ടുകൊണ്ടാണ് അജ്മൽ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്. അല്ലാ, ആരാ? അജ്മൽ, എന്താടോ തുറക്കാത്തത്? അതെ, തലേ ദിവസം തനിക്ക് ഉറങ്ങുവാനേ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെ ഉറങ്ങാൻ? ഹംദയുടെ പിതാവ് പറഞ്ഞ ആ ഒരു വാക്കാണ് നെഞ്ചിനുള്ളിൽ. അതെ, പിന്നെ മോളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. പിന്നെ അത് അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നീയാണ് നല്ലത്. നീ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവള് ഇങ്ങനെ ഒരു മാനസികമായിട്ട് പ്രശ്നമുള്ള കുട്ടിയാണെന്നോ അല്ലെങ്കിൽ കാലുകൾക്ക് സുഖമില്ലായിരുന്നെന്നോ അതൊന്നും പറയരുത്. കാരണം നീ അവളോട് ഇതെല്ലാം ഇത്ര കുറവുകളൊക്കെ ഉള്ള ആളാണ് നീ, അപ്പോൾ നിനക്ക് അനുയോജ്യനായ ഒരാളാണ് വരുന്നതെന്ന് പറയണം. ഓക്കെ, നല്ല തറവാട്ടുകാരനാണ്, സമ്പത്തുള്ളവനാണ്, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അത് നിനക്കേ കഴിയൂ. നീ പറഞ്ഞാൽ അവൾ അനുസരിക്കും. അങ്ങനെയാണ്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ അത് അവൾ അനുസരിക്കില്ല. എന്താ എന്താ നിൻ്റെ അഭിപ്രായം? അജ്മലിനോട് അറബി പറഞ്ഞ ആ ഒരു വാക്കുകൾ മാത്രമായിരുന്നു മനസ്സിൽ. തൻ്റെ ഹംദയോട് ഞാൻ കളവ് പറയേണ്ടി വരും ഒരു പക്ഷേ. അതെ, തലേ ദിവസം എന്തെല്ലാമൊക്കെ പറഞ്ഞു ഒപ്പിച്ചു. നിന്നെ ഒരു വിവാഹത്തിന് വേണ്ടി നിൻ്റെ വീട്ടുകാർ ഒരുങ്ങുന്നു നിനക്ക് വേണ്ടി എന്നൊക്കെ. എന്നാൽ റബ്ബേ, ഞാൻ എന്താ ചെയ്യാം? എനിക്കത് അവളോട് എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കേണ്ടി വന്നു. ഇനി എന്ത് ചെയ്യും? തലേ ദിവസം ഉറക്കമേ വരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു മുഖം മാത്രമായിരുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. എത്രയോ പെൺകുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി. പക്ഷേ ഹംദ, അവളുടെ ആ മുഖം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നു. അതെ, അവളുടെ കൈകാലുകൾ ഞാൻ പതുക്കെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനുള്ളിലേക്ക് എന്തെല്ലൊക്കെയോ കയറി വന്നു. റബ്ബേ, ജീവിതത്തിൽ ഒരു പെണ്ണിനെ മാത്രമാണ് ഞാൻ സ്പർശിച്ചത്. അതെ, അവൾ എൻ്റേതാകണം. ഇനിയൊരിക്കൽ പോലും മറ്റൊരാൾക്ക് അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു കാര്യമായിരുന്നു. അതെല്ലാം ഒരു നിമിഷം തകർന്നടിയുന്ന പോലെയാണ് അവന് തോന്നിയത്. തലേ ദിവസം ഉറങ്ങിയില്ല, ഒരുപാട് കരഞ്ഞു. അല്ലാ, എൻ്റെ ഉമ്മ പറഞ്ഞ ബന്ധങ്ങൾ എല്ലാം ഞാൻ ഒഴിവാക്കി. അത് പറ്റില്ലമ്മ, ഇത് പറ്റില്ലമ്മ. അപ്പോഴെല്ലാം ഉമ്മ എന്നോട് ചോദിക്കുമായിരുന്നു, എന്താടാ എൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉമ്മ അത് ഉമ്മയോടും തുറന്നു പറഞ്ഞില്ല. അതെ, എല്ലാം ഞാൻ ഒഴിവാക്കി. എനിക്ക് എൻ്റെ ഹംദ മാത്രം മതിയെന്ന ചിന്തയായിരുന്നു. അവൾക്ക് എന്ത് തന്നെയായാലും അവൾ കുഴഞ്ഞ രീതിയിലാണെങ്കിൽ പോലും അവൾ എൻ്റെ ഭാര്യയായിരിക്കും. അവളെ ഞാൻ പരിപാലിക്കും. അവളെ എടുത്തുകൊണ്ട് ഞാൻ നടക്കും. എനിക്ക് മടിയില്ല. അവളുടെ ഹൃദയമാണ് ഞാൻ സ്നേഹിച്ചത്. അതെ, അവളുടെ ശരീരം മാത്രമല്ല, അവളൊരു പക്ഷേ മാനസികമായി ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും, കാലുകൾ തളർന്നതായിരിക്കാം. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ഹംദ അവളെൻ്റെ ഹൃദയത്തിൽ എന്നുമുണ്ട്. അല്ലാ, എനിക്ക് തരുമോ ഓളെ? ജീവിതത്തിലെ ഓരോരു പെണ്ണിനെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. എനിക്ക് തന്നൂടല്ല, എനിക്ക് തന്നൂടെ. എന്തിനല്ല എന്നെ പരീക്ഷിക്കല്ലേ? എനിക്ക് കഴിയില്ലല്ല ഓളില്ലാതെ. തലേ ദിവസം ഒരുപാട് കരഞ്ഞ് തളർന്നു ഉറങ്ങി. തഹജ്ജുദിന് എഴുന്നേറ്റ് പൊട്ടി കരഞ്ഞ് ദുആ ചെയ്തു. സുബഹി നിസ്കാരം കഴിഞ്ഞ് എങ്ങോട്ട്? ഹംദയെ ട്രീറ്റ് ചെയ്യാൻ പോകണം. എനിക്കതിന് കഴിയില്ല അവളുടെ മുഖത്തേക്ക് നോക്കാൻ. അങ്ങനെ അങ്ങ് കിടന്നതാണ്. അപ്പോഴാണ് വാതിൽ ശക്തമായ ആ മുട്ട് കേട്ടത്. എന്താ അജ്മൽ? അജ്മൽ, ശക്തമായ ആ ഒരു മുട്ടലിൽ ഞെട്ടി ഉണരുകയാണ് അവൻ ചെയ്തത്. ധൃതിയിൽ വാതിലിനടുത്തേക്ക് പാഞ്ഞെടുത്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുകൾ പതുക്കെ തുളച്ചു. വാതിൽ തുറന്നു. അർബ, എവിടെ അജ്മൽ? നീ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയോ? വാതിൽ ശക്തമായി തള്ളി തുറന്നുകൊണ്ടാണ് അദ്ദേഹം അജ്മലിൻ്റെ റൂമിനകത്തേക്ക് കയറിയത്. എന്താ അജ്മൽ ഇവിടെ മാകെ? അത് നീ എന്താ ഇത്രയ്ക്കും വൃത്തികെട്ടവനായി പോയോ? നിന്റെ റൂം എങ്ങനെയല്ലല്ലോ, ആകപ്പാടെ അലങ്കോലമായി. പക്ഷേ അജ്മലിന് അതൊന്നുപോലും എടുത്തു വെക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഡ്രസ്സെല്ലാം വാരി വലിച്ച് എറിയുവാനൊക്കെ തോന്നിപ്പോയി. എന്ത് ചെയ്യാം? അറബി അത് കണ്ടപ്പോൾ അവൻ അല്പം മോശം തോന്നി. അതർബ, ഞാനത് പെട്ടെന്ന്
ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ഇരിക്കേ. അറബി അവൻ്റെ ബെഡിൽ തന്നെ വന്നിരുന്നു. നീ മോളോട് കാര്യങ്ങൾ സംസാരിച്ചോ? അർബ, അത് സംസാരിച്ചോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനൊരു ഉത്തരം എനിക്ക് വേണം. അറബി അല്പം സ്ട്രോങ് ആയിരുന്നു. അർബ, ഞാൻ പറയാൻ വിഷയങ്ങൾ. അവൾ എന്ത് പറഞ്ഞോ? അവൾ എന്താ, നിന്നെക്കൊണ്ട് കഴിഞ്ഞില്ല അല്ലേ അവളെ കൊണ്ട് പറയിപ്പിക്കാൻ? നീ വിചാരിച്ചാൽ കഴിയും. നീ പറയണം. അവളെ വിവാഹത്തിന് വേണ്ടി ഒരുക്കേണ്ടത് നീയാണ്. നീ പറഞ്ഞേ മതിയാവും. നീ പറഞ്ഞാൽ അവൾ കേൾക്കും. എന്താ, നീ പറഞ്ഞു നോക്ക്. ഹംദ, നിന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. നീ അതിന് തയ്യാറാവണം. നീ പറഞ്ഞാൽ അവൾ അനുസരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ശക്തമായ ഭാഷയിൽ അറബിയുടെ ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം അജ്മൽ ഞെട്ടിപ്പോയി. എന്താ, നീ എന്താ കണ്ണുകൾ നിറക്കുന്നത്? അർബ, അത് ഒന്നും വേണ്ട. എൻ്റെ കുട്ടിക്കൊരു ജീവിതം വേണം. എൻ്റെ കുട്ടിക്കൊരു ജീവിതം കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അവൾ വീണ്ടും വീട്ടുതടങ്കലിൽ കിടക്കേണ്ടി വരും. എൻ്റെ ഭാര്യയാണത് പറഞ്ഞത്. അതെ, ഈ ഒരു സമയത്ത് എൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റിയൊരു ചാൻസാണിത്. അതല്ല എങ്കിൽ അവൾ വീണ്ടും ഒരു മാനസിക രോഗിയായി തുടരണം. അതാണോ നീ ആഗ്രഹിക്കുന്നത്? അജ്മലിനോടുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മലിന് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. എന്താ, നിന്റെ നാവിറങ്ങിപ്പോയോ? അതെ, തലേ ദിവസം ഷക്കീല അറബിയെ നന്നായി പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതെ മനുഷ്യ, ഞാൻ പറഞ്ഞേക്കാം. അത് ഹംദ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. ഈ ഒരു സമയത്ത് അവളെ നിങ്ങൾ നിക്കാഹ് കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ രക്ഷപ്പെടാം. അതല്ല എങ്കിൽ വീണ്ടും വീണ്ടും ഇവിടെ നിർത്തി ഈ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞ് ആക്കുകയാണെങ്കിൽ അവൾ വീണ്ടും മാനസികമായി തകർന്നു പോകും. മാത്രമല്ല അവൾക്ക് വീണ്ടും ഇരുട്ടറയിൽ പോകേണ്ടി വരും. എന്താ, നിങ്ങളുടെ മകളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് തകർന്നു പോകുന്ന നിലയിലാണോ നിങ്ങളുടെ മകളെ ഒരു മാനസിക രോഗിയായി കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതോ നിങ്ങളുടെ മകളെ നല്ല രീതിയിൽ ഒരു അറബിയുടെ കൂടെ ഭാര്യയായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു എളാമയായ ഞാൻ ഇതിന് മുൻകൈ എടുക്കുന്നതിൻ്റെ കാരണം എന്താ? അവളുടെ ഭാവി വിചാരിച്ചിട്ട്. അവളുടെ ഭാവി എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ ഭാവി പോലെ തന്നെയാണ്. അത്രക്കും നല്ലൊരു അറബി ഒരു വിവാഹാലോചനയായി വരുമ്പോൾ അത് തട്ടിക്കളയുന്നത് ശരിയാണോ? അതെ, നല്ല രീതിയിൽ റഷീദ അത് അറബിയെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുലർച്ചെ തന്നെ ഓടിക്കയറി അറബി വന്നിട്ടുള്ളത്. അജ്മൽ, നീ ഉത്തരം പറഞ്ഞില്ല. ഒരു പക്ഷേ എന്നോട് അവൾക്ക് ദേഷ്യമായിരിക്കാം, എൻ്റെ ഭാര്യയോടും അവൾക്ക് ദേഷ്യമായിരിക്കാം. കാരണം ഞാനും എൻ്റെ ഭാര്യയും ഒരു കാലത്ത് അവളെ കുറച്ച് അവോയ്ഡ് ചെയ്തതായിരുന്നു. അവളെ ഞങ്ങൾ പരിഗണിച്ചിരുന്നില്ല, ഒറ്റപ്പെടുത്തിയിരുന്നു. അതൊക്കെ ശരി തന്നെയാണ്, അതെനിക്കറിയാം. അതെ, പക്ഷേ നീ പറഞ്ഞാൽ അവൾ കേൾക്കും. നീ എന്തായാലും പറഞ്ഞാൽ അവൾ കേൾക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നീ പറഞ്ഞെങ്കിൽ മാത്രം കേൾക്കും, അതെനിക്ക് നന്നായിട്ടറിയാം. എന്താ? അറബിയുടെ ആ ശക്തമായ വാക്കുകൾ അജ്മലിൻ്റെ ചെവിയിൽ തുളച്ചു കയറി. ഒരു നിമിഷം അവൻ ചെവി പൊത്തിക്കൊണ്ട് യാ അല്ലാ. അജ്മൽ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ്. അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഓക്കെ, മനസ്സിലാക്കിയിട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ അവളെ പെണ്ണ് കാണാൻ അറബി വരും. അപ്പോഴേക്കും അവളെ നീ പറഞ്ഞ് മനസ്സിലാക്കി സെറ്റാക്കിയിരിക്കണം. അല്ലെങ്കിൽ മോൻ്റെ ജോലി ഇവിടുന്ന് തെറിക്കും. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് അറബി അതാ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഒരു നിമിഷം അജ്മൽ പൊട്ടിക്കരഞ്ഞു വാതിലടച്ചുകൊണ്ട്. അല്ലാ, ഞാൻ എങ്ങനെ പറയും? എനിക്കതിന് കഴിയോ? ഞാൻ അവൾ അങ്ങേറ്റം ഇഷ്ടപ്പെട്ടതല്ലേ? അവൾ എൻ്റെ പെണ്ണല്ലേ? ഹംദ എൻ്റെ പെണ്ണാണ്. ഞാനെങ്ങനെ അത് പറയും? ഏത് അറബിയാണെങ്കിലും ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും ഞാനെങ്ങനെ അവളെ വിട്ടുകൊടുക്കുമോ? ഞാൻ പിന്നെന്തൊരു ആണായി നടക്കുന്നത്? അതെ, ഒരു മലയാളിയാണ്. ഞാനിവിടുത്തെ ജോലിക്കാരനാണ്. എനിക്കിവിടെ അത്രേ സ്ഥാനമുള്ളൂ. ഏത് നിമിഷവും എന്നെ അവർ പുറത്താക്കും. അന്ന് പുറത്താക്കിയ പോലെ വീണ്ടും എൻ്റെ ഹംദയുടെ അരികിലേക്ക് എത്തുവാൻ എനിക്ക് അവസരം ലഭിച്ചെങ്കിൽ അതവളെ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ അറബിയുടെ ഇഷ്ടത്തിൽ നിൽക്കില്ലായിരുന്നു. എനിക്കെൻ്റെ ഹംദ അവളാണ് എൻ്റെ എല്ലാം. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോയിട്ടും എൻ്റെ ഉമ്മയെയും പെങ്ങളെയും വിട്ട് തിരിച്ചിങ്ങോട്ട് വന്നത്. അവൾക്ക് വേണ്ടി മാത്രമാണ്. എത്രയോ സുന്ദരി കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എത്ര ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹംദ അവളാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ ഹൃദയത്തിലേക്ക് അവൾ കടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക്
അവളൊരു പെണ്ണായി വേണം. അജ്മലാണ് പറയുന്നത്. അതെ, ആ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് അവൻ അത് പറഞ്ഞ് കരഞ്ഞു. അജ്മൽ, നീ ആണാണോ? നീ ആണാണെങ്കിൽ നിനക്ക് ഹംദയെ രക്ഷിക്കാൻ കഴിയും. അതല്ല, നീ ഒരു ഭീരുവാണുവെങ്കിൽ നീ തോറ്റുപോകും. തോറ്റുപോയ നിന്നെ ഒരിക്കലും കാണരുത്. അവനോടായിട്ട് തന്നെ പറഞ്ഞു. പക്ഷേ ഇത് അറബ് നാടാണ്. സ്വന്തം നാടാണെങ്കിൽ ഒരു പക്ഷേ അവളെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാമായിരുന്നു. അതെ, മുഹ്സിനയെ ഞാൻ രക്ഷപ്പെടുത്തി ഗൾഫിലെത്തിച്ച പോലെ. പക്ഷേ ഇത് അറബ് നാടാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് ഇവിടുന്നൊരു പക്ഷേ അവളെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് അവിടെ പുറപ്പെടുവിക്കും. മാത്രമല്ല, എയർപോർട്ടിൽ നിന്ന് വരെ പിടി വീഴും. അതുമാത്രമല്ല, കാലാകാലം അഴി എണ്ണേണ്ട അവസ്ഥ. എന്തിനേറെ തല പോകുന്ന കേസ്. പക്ഷേ അജ്മലിനെ മരിക്കാൻ ഭയമില്ല. അജ്മലിന് ഭയമില്ല. മരിക്കുകയാണെങ്കിൽ ധീരതയോടെ മരിക്കണം. അജ്മൽ സ്വയം അത് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു. അതെ, ഹംദയുടെ അരികിലേക്ക് പോകേണ്ട സമയമായി. അവൻ്റെ കണ്ണുകൾ തുടച്ചു. ധീരമായി തന്നെ അവൻ ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. അവനതാ നേരെ ഹംദയുടെ. എന്നാൽ ഹംദ കാത്തിരിക്കുകയായിരുന്നു. അജ്മൽ എവിടെ? കാണുന്നില്ലല്ലോ. അവൾ അവളുടെ ഫോൺ എടുത്ത് മെസ്സേജ് അയക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. എവിടെ? എന്തു പറ്റി? കാണുന്നില്ലല്ലോ. പക്ഷേ അവളോട് നല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറി തീരൂ. അങ്ങനെ അതാ അജ്മൽ അങ്ങോട്ടെത്തുന്നു. ഹംദ, മോളെ ഹംദ. ഓ അജ്മൽ. വാതിൽ കുറ്റിയിടാറില്ല, എങ്കിലും ഒരു മര്യാദക്ക് മുട്ടി വിളിക്കും. സത്യം പറഞ്ഞാൽ അജ്മലിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അതാ അവളുടെ ആ മനോഹരമായ കാലുകൾ കൊണ്ട് അവൾ നടന്നു വന്ന് വാതിൽ തുറന്നിരിക്കുന്നു. ഹംദ, ഇക്കൻ്റെ കുട്ടി നടക്കാൻ തുടങ്ങിയോ? ഇത് നല്ല മാറ്റമുണ്ട്, കണ്ടില്ലേ? അവളുടെ ആ കാലുകൾ കൊണ്ട് പതുക്കെ നടന്ന് കാണിച്ചു. കണ്ടില്ലേ? കുഴപ്പമില്ല, ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഹംദ മോളെ, അപ്പൻ്റെ കുട്ടി എല്ലാത്തിനും റെഡി ആയില്ലേ? എല്ലാത്തിനും മീൻസ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒന്നുമില്ല, ഒന്നും കൂടി മസാജും ഇതൊക്കെ ഒന്ന് ചെയ്യാം. ഒന്നും കൂടി റെഡി ആവട്ടെ കേട്ടോ. പിന്നെ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കണം. അങ്ങനെ എന്താ എന്ത് പറ്റി അജ്മൽ? വല്ലാതെ തേങ്ങുന്നുണ്ടല്ലോ. മൈ ഗോഡ്, കണ്ണുകളാകെ ചുവന്നിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട് ഒരുപാട്. എന്താ? ആ പിന്നെ നാട്ടിലെ കാമുകി പിണങ്ങിയോ? ഹംദയുടെ ആ ഒരു തമാശ രൂപത്തിലുള്ള ആ വാക്കുകൾ കേട്ട് അജ്മൽ ഒരു നിമിഷം, ഹംദ നോ, നിനക്ക് എന്നോട് ഇതെങ്ങനെ പറയാൻ തോന്നി? എനിക്കങ്ങനെ ഒരാളേ ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലേ മുത്തേ, വെറുതെ പറഞ്ഞതല്ലേ. ഓ സോറി. വേദനിച്ചോ? ഹംദ, എങ്ങനെ വേദനിക്കാതിരിക്കും? ഈ ഹൃദയത്തിൽ നീയാണുള്ളത്, നീ മാത്രം. അല്ലാതെ മറ്റൊരാൾക്ക് സ്ഥാനം കൊടുക്കാനാവില്ല ഹംദ. അജ്മൽ കരഞ്ഞു പോയി. അയ്യേ, ഇത്രമാത്രം കരയപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? പക്ഷേ അജ്മൽ കരഞ്ഞത് മറ്റൊന്നും കൊണ്ടുമല്ല. അതെ, ആ വാർത്ത എൻ്റെ പെണ്ണിനോട് പറയുമ്പോൾ അവൾ എത്രമാത്രം സങ്കടപ്പെടും അതാലോചിച്ചിട്ട് തന്നെയാണ്. എങ്കിലും അജ്മൽ സാർ അവൾക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അതെ, അന്നേരത്തേക്കുള്ള മെഡിസിന് കാര്യങ്ങൾ അവളുടെ എല്ലാം. അതെ. ഹംദ, മോൾ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കാനുള്ള? ഇല്ല. എന്നാൽ കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? എന്താ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്. എവിടെ പോയാലും തളരരുതിട്ടോ. ഞാൻ എങ്ങോട്ട് പോവാനാ? ഇന്നലെ തുടങ്ങിയിട്ടുണ്ടല്ലോ പറച്ചില്. എങ്ങോട്ട് പോവാനാ? അല്ല, എവിടെ പോയാലും തളരരുത്, പതറരുത്. എപ്പോഴും തവക്കൽത്തു അലല്ലാ, അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത വേണം കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയും ഏത് നിമിഷവും, എന്ത് സംഭവിച്ചാലും. അജ്മലിന് ആ വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഹംദ അവൻ്റെ കണ്ണുനീർ തോർത്തിക്കൊടുത്തു. അവൻ്റെ ആ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ഹംദ അവളുടെ മനോഹരമായ കൈകൾ കൊണ്ട് പതുക്കെ, വേണ്ട, നോ, പാടില്ല, അതിനൊന്നും. അതെന്താ? അങ്ങനെ കല്യാണം കഴിക്കൂലേ? പിന്നെന്താ? വേണ്ട മോളെ, നമ്മളൊന്നും ഒരിക്കലും ചേരില്ലല്ലോ.
ഇന്നലെ തുടങ്ങിയ പറച്ചിലാണ് ചേരേണ്ടവരെ ചേരുമെന്ന്. എനിക്കൊന്നും വ്യക്തമാകുന്നില്ല. മോളെ, അറബികളിൽ വിട്ട ഒരാൾ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകും. അദ്ദേഹം സുന്ദരനായിരിക്കും, അദ്ദേഹം തറവാട്ടുകാരനായിരിക്കും, നല്ലൊരു ഉന്നത കുലത്തിൽ പിറന്ന അറബിയായിരിക്കും, സമ്പന്നനായിരിക്കും, എല്ലാം ഉണ്ടാവും. മോൾക്കനുസരിച്ച ആളായിരിക്കും. എന്നെപ്പോലെ ഈ മലയാളിയായ പാവപ്പെട്ട ജോലിക്കാരൻ ആയിരിക്കില്ല ഒരിക്കലും. നോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് എന്നോട് പറഞ്ഞു പോരുതെന്ന്. ഹംദ, ഞാൻ പോവാണ്. എങ്ങോട്ട്? നാട്ടിലേക്ക്. ഇവിടെ എൻ്റെ ട്രോള് കഴിഞ്ഞു. എന്തൊക്കെ പറയുന്നത്? അതെ, നിന്നെ ചികിത്സിക്കുക എന്നുള്ള റോളായിരുന്നു എനിക്കിവിടെ ഉള്ളത്. അത് പൂർണ്ണമായി എൻ്റെ ഹംദ ഇന്ന് നടക്കുന്നു. അതെ, മനോഹരമായി നടക്കുന്നു. അജ്മൽ, എൻ്റെ കാലുകൾക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്നെ എന്തോ എനിക്കറിയാം, മനസ്സിലായി. കാലുകൾ തളർത്തുവാൻ എല്ലാത്തിനും മനുഷ്യനെ കൊല്ലൂരെണ്ണം വരുന്നുണ്ട്. എന്തോ അതൊക്കെ കിട്ടാത്തതും കാണാത്തതുമാണല്ലോ. പക്ഷേ ഇതെല്ലാം കണ്ടറിഞ്ഞ് ശിക്ഷിക്കണം ആരാണെങ്കിലും. അജ്മൽ, എനിക്ക് കാലിനൊരു കുഴപ്പമില്ലായിരുന്നു. അറിയാം, സിനാനോട് പറഞ്ഞിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു. അവൾ എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നിരുന്ന കുട്ടിയായിരുന്നെന്ന്. സാരല്ല. അതെ, അജ്മൽ എന്നേക്കുമായി അവിടുന്ന് പുറത്തിറങ്ങേണ്ടി വരും. എന്നാൽ ഈ സമയം അതാ അർബ വന്ന് വിളിക്കുന്നു. അജ്മൽ, ഹംദ. അതെ, അവൾക്കുള്ള മെഡിസിൻ എല്ലാം എടുത്തു കൊടുക്കുമായിരുന്നു. ആ അർബ. ഹംദ മോളെ, എങ്ങനെയുണ്ട്? ബാബ, കാലെല്ലാം സുഖമായി. ഓ മാഷാ അല്ലാ, റാഹത്തായിട്ടുണ്ട്. നോക്കട്ടെ. ഓ എന്തായാലും അജ്മൽ നമ്മുടെ ചികിത്സയെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. മോൾക്ക് ഇപ്പോൾ മൈൻഡ് പരമായിട്ടും മാനസികപരമായിട്ടും ശാരീരികമായിട്ടും ഒരു കുഴപ്പമില്ലല്ലോ? ഇല്ല ബാബ, എല്ലാം ശരിയായി, എല്ലാം റാഹത്തായി. ഓക്കെ ഓക്കെ, കൺഗ്രാജുലേഷൻസ്. അജ്മൽ, തങ്ങൾ ഇത്രയൊക്കെ എൻ്റെ മകളെ ആക്കി തന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. വെരി വെരി കൺഗ്രാജുലേഷൻസ്. നിനക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം. എത്ര ദിർഹമാണ് നിനക്ക് വേണ്ടത് എന്ന് നിനക്ക് ആവശ്യപ്പെടാം. അതുമാത്രമല്ല, ഇനി നിനക്ക് എന്തെങ്കിലും നിൻ്റെ ബിസിനസ് ചെറുതായി മുന്നോട്ട് പോകാൻ നിനക്ക് എന്തെങ്കിലും ക്യാഷോ കാര്യം വേണമെന്നുണ്ടെങ്കിൽ അതും ആവശ്യപ്പെടാം. എൻ്റെ മകളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി നിനക്കൊരു കാര്യം കൂടി ബാക്കിയുണ്ട്. അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ഇഷ്ടമുള്ള പോലെ നിനക്ക് ഇവിടുന്ന് പോകാം. അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ഹൃദയം പൊട്ടി അജ്മൽ തളർന്നു പോയി. എന്താ നീ ഒന്നും പറയാത്തത്? ഒന്നും വേണ്ട അർബ, ഒന്നും വേണ്ട. അതെന്താ? നിനക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള ക്യാഷ്, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള ക്യാഷ് കാര്യം, അതൊക്കെ തരാം. പിന്നെ ഒരിക്കലും അത് ഞാൻ തരേണ്ട ആവശ്യമില്ല, ഹംദ തന്നെ തരും. ഹംദ കോടീശ്വരിയാണ്. അവളുടെ ഉമ്മയുടെ സ്വത്ത് അത് മുഴുവനായിട്ടും അത് അവൾക്കുള്ളതാണ്. അതിൽ നിന്ന് അവൾ തരും. നീ ചോദിക്കുന്നത്, നിനക്ക് എന്താണ് തുടങ്ങാൻ ആഗ്രഹം, അത് അവളോട് പറഞ്ഞാൽ അവൾ തരും. അർബ, വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് 5 പൈസയും വേണ്ട. ഹൃദയം പൊട്ടിക്കൊണ്ടായിരുന്നു അജ്മൽ അത് പറഞ്ഞത്. എന്തിനാ റബ്ബേ, ഒന്നും വേണ്ട എനിക്ക്. അറബിയുടെ മുമ്പിൽ എങ്ങനെ കരയും അറിയുന്നില്ല. അവൻ തിരിഞ്ഞു നിന്നു, കണ്ണുകൾ തോർത്തി വിതുമ്പുന്നുണ്ടായിരുന്നു അവൻ. അജ്മൽ, നീ നാട്ടിലേക്ക് പോകുന്ന ആലോചിച്ചിട്ടാണോ? ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നിൻ്റെ കഴിഞ്ഞു, അതുകൊണ്ടാണോ നീ സങ്കടപ്പെടുന്നത്? അർബ, എനിക്കൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. പക്ഷേ ഇനിയൊരിക്കലും എന്നെ വിളിക്കരുത്, ഇനിയൊരിക്കലും അജ്മലിനെ വിളിക്കരുത്. നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അവളുടെ ചികിത്സ പൂർത്തിയായി നിങ്ങൾ പറയുന്നു. മാനസികമായും ശാരീരികമായും തളർന്നവളെ ഞാൻ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് ഈ രീതിയിലാക്കിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾ തളർത്തി കളഞ്ഞാൽ അവൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും അതൊരു ഖേദമാരുത്. അജ്മൽ, നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ ഇവളെ ട്രീറ്റ് ചെയ്തു, ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇനി നിനക്ക് പോകണമെങ്കിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. വീണ്ടും ഇവിടെ പിടിച്ചു നിൽക്കണം ഞാൻ പറയുന്നില്ല.
നീ മറ്റേ കാര്യം പറഞ്ഞോ അവളോട്? അറബി പെണ്ണ് കാണാൻ വരുന്ന കാര്യം? എന്ത് പറഞ്ഞോ? അവളൊന്നും പറഞ്ഞിട്ടില്ല. അവൾക്ക് അങ്ങനെ ഒരു ബന്ധമേ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അജ്മൽ, നീ അത് പറയണം. അല്ലെങ്കിലും വീണ്ടും അവളെ ആ ഇരുട്ടറയിലേക്ക് തള്ളി പറഞ്ഞേക്കണം നീയെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീയാണിത് പറഞ്ഞ് ശരിയാക്കേണ്ടതെന്ന്. നിനക്ക് അതിനുള്ള പ്രതിഫലം ഞാൻ തന്നിരിക്കും, അത് എത്രയാണെങ്കിലും. അറബി, അതെ, എന്തെന്നറിയില്ല, ആകെ അങ്ങ് മാറിയിരിക്കുന്നു. അന്ന് കരഞ്ഞു വിളിച്ച അറബിയല്ല ഇപ്പോൾ ഉള്ളത് എൻ്റെ മുമ്പിലുള്ളത്. മൊത്തത്തിൽ ആളങ്ങ് മാറി. അർബ, എന്നെക്കൊണ്ട് ശല്യം നിങ്ങൾക്കുണ്ടാവില്ല. നിൻ്റെ ശല്യം ഉണ്ടോ ഇല്ലേന്നല്ല, നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളുടെ ഓക്കെ ആക്കണം. പെണ്ണ് കാണാൻ വരുമ്പോൾ അവളൊരിക്കലും വയലൻ്റ് ആകാൻ പാടില്ല. ഓക്കെ, ആ ഒരു ഡ്യൂട്ടി നിനക്കാണ്. അഥവാ അവൾ വയലൻ്റായി കഴിഞ്ഞാൽ നിൻ്റെ പേരിൽ കേസ് കൊടുക്കാനും മടിയില്ല നമുക്ക്. ശരിക്കും അജ്മൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം. അതെ, അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട ഡ്യൂട്ടിയാണ് ഇനി എനിക്കുള്ളത്. റബ്ബേ, ഇത്ര വലിയൊരു ചതിയിൽ ഞാൻ പെടുന്നു വിചാരിച്ചില്ല. അജ്മൽ, എന്ത് ഇങ്ങനെ ഇന്ന്? അറബി അതും പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയപ്പോൾ അവളതാ അജ്മലിൻ്റെ പിറകിലൂടെ വന്ന് അവൻ്റെ തോളിൽ കൈവെക്കുന്നു. അജ്മൽ, എന്താ? ഹംദ, നീ നടന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ. നീ ഓക്കെ ആയില്ലേ? അൽഹംദുലില്ലാ, എല്ലാം ഓക്കെ ആയി. ഇനി എന്താ? പിന്നെ ഇനി ഞാൻ ബാപ്പയോടൊരു കാര്യം പറയട്ടെ. എനിക്ക് അജ്മലിൻ്റെ കൂടെ ജീവിക്കണമെന്ന്. അതിന് സമ്മതിച്ചാൽ നമ്മൾ ഹാപ്പി ആയല്ലോ. വേണ്ട ഹംദ, നിന്നെ തല്ലിക്കൊല്ലും. ആര്? എന്തിന്? നമ്മൾ ചേരൂല പെണ്ണെ, നമ്മൾ സമ്മതിക്കൂല. അജ്മൽ, അജ്മൽ, ഞാൻ പറയാം ഉപ്പയോട്. മോളെ, നിനക്ക് വിവാഹം ഏകദേശം സെറ്റാക്കി കഴിഞ്ഞു. എന്ത് പറയുന്നത്? ഇല്ല, എനിക്ക് വേണ്ട. എന്തിനാ? പ്ലീസ് എന്നെ വിട്ടു പോവരുത്, എനിക്ക് അപേക്ഷയാണ്. മോളെ ഹംദ, ഇക്ക പോവാനടി. എനിക്ക് നീ ഇല്ലാത്ത ജീവിതം കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാൻ? എനിക്ക്. അജ്മൽ വിങ്ങിപ്പൊട്ടുന്നത് അവൾ ശ്രദ്ധിച്ചു. അജ്മൽ, അങ്ങനെ പറയരുത്. ഞാൻ ബാബയോട് പറഞ്ഞിട്ട് നമ്മുടെ നിക്കാഹ് നടത്തിത്തരാൻ പറയട്ടെ? വേണ്ട മോളെ, നീ വെറുതെ തല്ലുകൊള്ളണ്ട. നിൻ്റെ ഈ മനോഹരമായ മുഖത്ത് നിൻ്റെ പിതാവിൻ്റെ കൈകൾ പതിയുന്നത് എനിക്ക് സഹിക്കില്ല. എനിക്കത് സഹിക്കില്ല പെണ്ണ്. എന്തായാലും വേണ്ടില്ല, ഞാൻ കാര്യങ്ങൾ പറയും. എന്നാൽ ഈ സമയം അതാ ഷക്കീല ഹംദയെ കാണാൻ വരുന്ന തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആ അറബിയോട് കാര്യങ്ങൾ പറയുകയായിരുന്നു. നല്ല മോളാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ കോടീശ്വരിയാണ്. ഒരു ഡിമാൻഡുണ്ട്. നീ അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ സ്വത്തിൻ്റെ പകുതി ഭാഗം എനിക്ക് കൂടി തരണം. പകുതി നിനക്ക്, പകുതി എനിക്ക്. എന്താ? ഇത് വല്ലാത്തൊരു ലക്കിയാണല്ലോ. സുന്ദരിയായ കെട്ടിക്കാത്ത ഒരു ഇളം പെൺകുട്ടിയും അവളുടെ കോടിക്കണക്കിന് സ്വത്തും. ഓ, ഞാൻ എന്ത് ഭാഗ്യവാൻ. ആ അറബി അഹങ്കരിക്കുകയായിരുന്നു. ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അവരറിയാതെയാണ് ഈ ഒരു സംഭവം നടത്തുവാൻ വേണ്ടി വിചാരിക്കുന്നത്. അന്ന് ഭാര്യ പതിവിലും നേരത്തെ അദ്ദേഹം മൂളിപ്പാട്ട് പാടിക്കൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കണ്ടപ്പോൾ, എന്ത് പറ്റിയ അർബ, നിങ്ങൾക്കെന്താ? കൂടുതലായിട്ട് ഇന്ന് ഹാപ്പിയാണല്ലോ. ജീവിതത്തിൽ ഹാപ്പിനെസ് ഒക്കെ നമ്മൾ കണ്ടെത്തേണ്ട വേണേ. ജീവിതത്തിൽ എന്നും ഹാപ്പിനെസ് കൊണ്ടുവരണം. അത് വെറൈറ്റി ഹാപ്പിനെസ്. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാവം ആ അറബിയുടെ ഭാര്യ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അതൊക്കെയുണ്ട്, കാണാം നിനക്ക്. എന്നോട് പറയാൻ പറ്റില്ല? നിന്നോട് പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു പക്ഷേ അത് പറഞ്ഞാൽ തന്നെ നീ അതിന് സമ്മതിക്കുകയില്ല. ആ അറബിയുടെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുൽ ഖൈർ ഒന്ന് ഞെട്ടിപ്പോയി. അർബ, ഞാനറിയാത്ത എന്ത് കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്? ഉമ്മുൽ ഖൈർ, തൽക്കാലം നീ ഇപ്പോൾ അതറിയണ്ട. ഞാനത് കൊണ്ടുവരുമ്പോൾ നീ അറിഞ്ഞാൽ മതി. ഒരു നിമിഷം ഉമ്മുൽ ഖൈർ സങ്കടപ്പെട്ടു. എന്തായിരിക്കും അത്? ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.